വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ജൂൺ 2 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരൊക്കെ നന്നായിട്ട് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്രാവശ്യം മക്കളൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ, മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, ഹസ്ബൻഡിൻ്റെ ഒരു ബർത്ത്ഡേ ഇനിയിപ്പോൾ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാനായിട്ട് അതൊന്ന് നന്നായിട്ട് ആഘോഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം കുട്ടികൾ ഉള്ളപ്പോൾ കുട്ടികൾ നന്നായിട്ട് ആഘോഷിച്ചിരുന്നു. അപ്പോൾ കുട്ടികളില്ലാത്തപ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു വിഷമം കേട്ടോ. അതുകൊണ്ട് ഞാനത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. ഹസ്ബൻഡിന് കംപ്ലീറ്റ് സസ്പെൻസാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഫുഡ് ഹസ്ബൻഡ് പറഞ്ഞു വൈകിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയാണ് കുടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. വൈകിട്ട് ഹെവി ആയിട്ടൊക്കെ കഴിക്കണമെങ്കിൽ നേരത്തെ കുറച്ച് ഇതായിട്ട് പോകണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഞാൻ ഈ പുറത്തുള്ള ഒരു റൂം ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ ഹസ്ബൻഡ് അറിയാതെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആ ഒരു ഐഡിയ അനുസരിച്ച് അത് ചെയ്ത് വരുമോ ഇല്ലയോ എന്ന് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ മാക്സിമം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഞാൻ ഈ ഒരു റൂമിൻ്റെ ഒരു ഇത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമൊന്ന് ഇതായിട്ട് ഞാനൊരു തീമൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോഴത്തെ വീടിൻ്റെ ഞാൻ ഇവിടെയാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇവിടെയാണ് ഞാൻ ഇത് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ ക്രിസ്മസിൻ്റെ ഇതിൽ ഒട്ടിച്ചതാണ്. അത് ഇതുവരെ ഇളക്കാനായിട്ട് ഭയങ്കര പാട്. ഇളക്കി കഴിയുമ്പോൾ അതിൽ പെയിൻറ്റ് പോയിരിക്കുന്നുണ്ടോ, അതുപോലെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ സെറ്റിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു പ്ലെയിൻ റൂമാണ്. ഞാൻ രാവിലെ അടിച്ചുവാരി തുടച്ചൊക്കെ ഇട്ടു. ഇനി അപ്പം ബാക്കിയുള്ള പരിപാടികളാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് ഡെക്കറേഷൻ ഐറ്റംസ്. ഇതിലെന്തോ ഉണ്ട്, ഒരു ഇതെല്ലാം ഇങ്ങനെ കിടക്കുവാണ്ടോ. ആകെ മൊത്തം ഇങ്ങനെ സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇനി കുറേ സാധനങ്ങളും കൂടെ വരാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ റൂം എൻ്റെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനി അത് എന്താ പറയുന്നത്, ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയാണ് ഇത്. എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ ഒന്ന് കാണിക്കുകയാണ്. കാരണം
എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വീഡിയോ ഒരുപാട് നമുക്ക് ലെങ്ത്ത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് ഭയങ്കര ബോറായിരിക്കും. നമ്മൾ ചെയ്യുന്നവരങ്ങ് ചെയ്ത് പോകും. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് കേട്ടോ. അത് ആർച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈപ്പ് മേടിച്ച് 2 ചെടിച്ചട്ടിയിലായിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. ബലൂൺസ് മുഴുവൻ ഞാൻ വീർപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇത്രയും ബലൂൺസ് ഒന്നും അല്ല, ഇനി ഒരുപാട് ബലൂൺസ് വീർപ്പിക്കേണ്ടിയുണ്ട്. അപ്പോൾ കുറേയൊക്കെ വീർപ്പിച്ച് ഇട്ടേക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹസ്ബൻഡിന് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ഹസ്ബൻഡ് ഉള്ളപ്പോഴത്തേൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ഒന്നാമത് പുള്ളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെയൊന്നും ചെയ്യേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ എല്ലാവർക്കും, എത്ര ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കാണുമ്പം അതൊരു സന്തോഷം തന്നെയാണ്. കുറച്ച് പേരത് പ്രകടിപ്പിക്കും, ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. കുറച്ച് പേര് പ്രകടിപ്പിക്കില്ല. എന്നാലും ഉള്ളിലെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ് ചെയ്യുവാണ്. മീൻസ് സാധാരണ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് ഞങ്ങളുടെ മക്കൾ ആണ് നന്നായിട്ട് അവരെ കൊണ്ടാവുന്നത് പോലെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, സസ്പെൻസൊക്കെ തന്ന് നല്ലതായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള ഈ ഫോയിൽ കേർട്ടൻസൊക്കെ ഞാൻ അവിടെ ഒട്ടിച്ചു. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ വാള് മുഴുവൻ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷൻ്റെത് എനിക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നില്ല. അത് അതിൻ്റെ സ്റ്റിക്കർ ഇളക്കുമ്പോഴേക്കും ആ പെയിൻ്റ് അടക്കം ഇളകി വരുവാണ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ അവിടെ വെച്ചിരിക്കുവാണ്. ഇനി പെയിൻറ്റിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേൽ അത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ബ്ലൂവും വൈറ്റും ആയിരുന്നു എൻ്റെ മനസ്സിലെ തീം. പക്ഷേ വൈറ്റ് ഫോയിൽ കർട്ടൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിൽവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ആ ഒരു ലൈറ്റ് ബ്ലൂ കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു. 3-4 ഇടത്തുനിന്നായിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും കിട്ടിയത്. ഡാർക്ക് ബ്ലൂ കിട്ടുന്നുണ്ട്, പക്ഷേ ലൈറ്റ് ബ്ലൂ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ഡ്രസ്സിൻ്റെ കറക്റ്റ് കളറിന് വേണ്ടിയിട്ട് ആ കറക്റ്റ് ഒരു ഇത് കിട്ടാനായിട്ട് കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി. എന്നിട്ട് അത് മേടിച്ചുകൊണ്ട് വന്ന് എന്തായാലും എനിക്കത് കിട്ടി. അത് കഴിഞ്ഞ് ആ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഇതും ഞാൻ കൊരുത്തിട്ട് അതിൽ 2 എന്താ പറയുന്നത് സ്റ്റിക്കർ ഹുക്ക് വെച്ചിട്ട് അതിൽ കെട്ടിയിടുക ചെയ്തത് കേട്ടോ. എന്നിട്ട് ഈ ബലൂൺസ് മുഴുവൻ ഞാൻ വീർപ്പിച്ച് ഞാനിങ്ങനെ നൂലിൽ കംപ്ലീറ്റ് കെട്ടിയെടുത്തതാണ് കേട്ടോ. അത് കെട്ടിയെടുത്തിട്ട് അതിലിങ്ങനെ സെൻറ്റർ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുന്നത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വീഴാതിരിക്കും. പിന്നെ ആ ചെടിച്ചട്ടിയിൽ നിന്ന് ഈ ആർഷിങ്ങനെ ഫ്രണ്ടിലോട്ട് വരും, വെയിറ്റ് വരും. അപ്പം ഞാനതങ്ങ് ബാക്കിലോട്ടാക്കി കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാനത് ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വൈകിട്ടൊരു 7 മണിക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ടായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല. ഒരു 8 മണിയായി എൻ്റെ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഹസ്ബൻഡിന് സസ്പെൻസ് കൊടുക്കാനായിട്ട് ഇരുന്നിട്ട് അത് നടന്നില്ല. ഹസ്ബൻഡ് 6 മണിയായപ്പോൾ വന്നപ്പോഴേ ഇതൊക്കെ കുറേ കണ്ടു. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇതാണ് കേക്ക്. അപ്പോൾ പുറത്തുനിന്നൊന്നും അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഡാഡി, മമ്മി, എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, കുഞ്ഞ്, പിന്നെ ഞങ്ങൾ 2 പേരും, പിന്നെ എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട്, ഒരു മോനുണ്ട്. അത് എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ്. അപ്പം അവനും കൂടി ഉണ്ടായിരുന്നു. അവൻ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. അവനാണ് വീഡിയോ എടുത്തു തന്നത്. പക്ഷെ അവൻ വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് വന്നില്ല. അപ്പോൾ ഇത്രയും പേരുമായിട്ട് ഹസ്ബൻഡിന് ഇങ്ങനെയൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യുന്നതൊന്നും. പക്ഷേ ഞാൻ നിർബന്ധിച്ച് ചെയ്തു. കാരണം
കുട്ടികളില്ലാത്തപ്പോഴത്തേൽ ഹസ്ബൻഡിന് ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ വരാൻ പാടില്ല. പിള്ളേരില്ലാത്തത് കൊണ്ട് എനിക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ലാതായി പോയി. പുള്ളി ഒരിക്കലും അത് പറയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ട് ഞാനത് ചെയ്തതാണ്. ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ എല്ലാം പറ്റുന്ന രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.